everyone, all of you, welcome back to my channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ KCCMന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിൽ KCCMന് കീഴിൽ ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ KCCM ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കാർബൺ ഓഡിറ്റിംഗ് ഓഫീസ്, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ, സയൻസ് കണ്ടൻറ്റ് റൈറ്റർ, മൾട്ടി ടാസ്കിംഗ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അവസരം. മൊത്തം 6 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രധാനപ്പെട്ട തീയതികളാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 13 സെപ്റ്റംബർ 2024. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 30 സെപ്റ്റംബർ 2024 മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, KCCM കേരള റിക്രൂട്ട്മെൻറ്റ് 2024 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ KCCM. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കാർബൺ ഓഡിറ്റിംഗ് ഓഫീസ്, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ. തസ്തികയുടെ പേരാണ് പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ, സയൻസ് കണ്ടൻറ്റ് റൈറ്റർ, മൾട്ടി ടാസ്കിംഗ് ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം 6 ആണ്. വാക്കൻസി കുറവാണെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യുക. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ജോലി സ്ഥലം ആൾ ഓവർ കേരളയാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ്. ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിൻ്റെ സാലറി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്. ഒഴിവുകളുടെ എണ്ണം 1 ആണ്. ശമ്പളം 1,25,000 സ്റ്റാർട്ടിങ് ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 1,75,000 രൂപ വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക്. അതുകൊണ്ട് തന്നെ വാക്കൻസി കുറവാണെങ്കിലും മാക്സിമം അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, തസ്തികയുടെ പേര് കാർബൺ ഓഡിറ്റിംഗ് ഓഫീസ്. വാക്കൻസി 1 ആണ്. സാലറി 1,25,000. പിന്നീട് 1,75,000 വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്. വാക്കൻസി 1 ആണ്. സാലറി 1,25,000. പിന്നീട് 1,75,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, തസ്തികയുടെ പേര് കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ. സാലറി 1,25,000 സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് 1,75,000 വരെ. നെക്സ്റ്റ്, സയൻസ് കണ്ടൻറ്റ് റൈറ്റർ. വാക്കൻസി 1 ആണ്. സാലറി 75,000 സ്റ്റാർട്ടിങ് ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 1,00,000 വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, മൾട്ടി ടാസ്കിംഗ് ഓഫീസർ. വാക്കൻസി 1 ആണ്. സാലറി 21,175 രൂപയാണ് സാലറി. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ. 50 വയസ്സാണ്. സയൻസ് കണ്ടൻറ്റ് റൈറ്റർ 45 വയസ്സ്. മൾട്ടി ടാസ്കിംഗ് ഓഫീസർ 35 വയസ്സ്. ഈ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. തസ്തികയുടെ പേര് ക്ലൈമറ്റ് ചേഞ്ച്
അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്. യോഗ്യത PhD ഇൻ അറ്റ്മോസ്ഫിയറിക് സയൻസ്, MSc ഇൻ മെറ്റീരിയോളജിയിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ്. ക്ലൈമറ്റ് ചേഞ്ച് കുറഞ്ഞത് 2 വർഷം പോസ്റ്റ് PhD പ്രവൃത്തി പരിചയം. അത്യാവശ്യമായ കഴിവ് ഗണിത ലാബ്. നെക്സ്റ്റ് കാർബൺ ഓഡിറ്റിംഗ് ഓഫീസ് MTech എൻവയർമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 വർഷം അനുഭവം കാലാവസ്ഥാ മാറ്റം വിലയിരുത്തൽ അല്ലെങ്കിൽ കാർബൺ കൂടെ എസ്റ്റിമേറ്റ് സർട്ടിഫിക്കേഷൻ ഇൻ കാർബൺ ഓഡിറ്റിംഗ് കുറഞ്ഞത് 2 വർഷം അനുഭവം കാർബൺ ഓഡിറ്റിംഗ് പദ്ധതികളിൽ. നെക്സ്റ്റ് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് MTech ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയർമെൻ്റൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. കുറഞ്ഞത് 2 വർഷം അനുഭവത്തിൻ്റെ പരിസ്ഥിതി ഉദ്യമനം മാനേജ്മെൻറ്റിൽ പ്രൊജക്റ്റുകൾ വലിയ പെട്രോകെമിക്കൽ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയം. കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസ്. നെക്സ്റ്റ് സയൻസ് കണ്ടൻറ് റൈറ്റർ MSc ഇൻ എർത്ത് എൻവയർമെൻറ്റ് സയൻസ് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. മൾട്ടി ടാസ്കിംഗ് ഓഫീസർ ബിരുദം DCA ടൈപ്പിംഗ് കഴിവ് ഇംഗ്ലീഷും മലയാളവും 5 വർഷത്തെ പരിചയം. സർക്കാരിൽ MTO മേഖലകളിൽ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. OBC SC ST EWS ഫീമെയിൽ PWBD കാറ്റഗറിയിൽപ്പെട്ടവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.